അപ്പോൾ അലിൻ ജോസ് പെരേര വിഷ്ണു കൊച്ചിക്കാരൻ എന്താണ് പുതിയ വിശേഷം? പുതിയ വിശേഷം ഇപ്പോൾ രേണുസുധിയുടെ അല്ലേ ഒരു നല്ലൊരു വർക്ക് ചെയ്തായിരുന്നു. ചേച്ചിൻ്റെ ഒപ്പം വർക്ക് ചെയ്തു. കാരണം അതിൻ്റെ പിന്നെ ഇപ്പോൾ ഒരു ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറഞ്ഞ വ്യക്തി നല്ല കലാകാരനാണ് പുള്ളി. എന്നൊരു കളിയാക്കി പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് സംവിധായകൻ അത് ഇഷ്ടപ്പെട്ടില്ല വാക്യം. കാരണം അലിൻ ജോസ് പെരേര നായകനല്ല കൂട്ടുകാരാണെന്ന് പറഞ്ഞു. പക്ഷേ അതുകൊണ്ട് പുള്ളി കൊണ്ടുകൊണ്ട് രേണു ചേച്ചിയോട് കൺവിൻസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ രേണു ചേച്ചി ഫുൾ ആൽബത്തിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞു. സോങ് ഷൂട്ട് 9-ാം തീയതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പെൺപിള്ളേർ എനിക്ക് മെസ്സേജ് അടക്കുന്നുണ്ട്. ഈ രേണുസുധീനെ പൊക്കി കറക്കിയായിരുന്നല്ല, എടുത്ത് പൊക്കി. അപ്പം രേണുസുധീനെ അലിൻ ജോസ് പെരേര എടുത്ത് പൊക്കി കറക്കിയായിരുന്നു. അപ്പോൾ എൻ്റെ ഈ ടാബിലേക്ക് ഒരുപാട് പെൺപിള്ളേർ മെസ്സേജ് അടക്കുന്നുണ്ട്. അതായത് രേണുസുധീനെ പൊക്കിയ പോലെ ഞങ്ങളെയും കൂടി അലിയേട്ടൻ പൊക്കോ, അതായത് ഞങ്ങളെ അതേപോലെ കറക്കോ. അങ്ങനെ ഒരുപാട് പെൺപിള്ളേർ എനിക്ക് മെസ്സേജ് അടക്കുന്നുണ്ട്. ഈ രേണുസുധീനെ പൊക്കിയെ കറക്കണ പോലെ അലിയേട്ടൻ ഞങ്ങളെയും കൂടി കറക്കോ എന്ന് ചോദിച്ച്. അപ്പോൾ എനിക്ക് എന്താണ് അലിയേട്ടന് അത് പറയാനുള്ളത്? പെൺപിള്ളേർ ഇങ്ങനെ മെസ്സേജ് അടക്കുന്നുണ്ട്, നമുക്ക് അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റുമോ? ആഗ്രഹം വെച്ചാൽ നല്ല രീതിയിലാണെങ്കിൽ നമുക്ക് നോക്കാം. പിന്നെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലേക്ക് വിഷ്ണു കൊച്ചിക്കാരൻ ഐഡിയിലേക്ക് നീ മെസ്സേജ് വരുന്നുണ്ട്. നീ വരട്ടെ. അപ്പോൾ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഇപ്പൊ അലിയേട്ടന് പൊക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു ദിവസം 4 പെൺപിള്ളേരെ കൂടി പൊക്കാൻ പറ്റില്ല. കാര്യം പുള്ളിയുടെ കറക്റ്റായിട്ടുള്ള കാര്യം പറയാം. അല്ലല്ല, പുള്ളിയുടെ ഡിസ്കിന് കംപ്ലൈന്റ് ഉണ്ട്, നടുവിന് കംപ്ലൈന്റ് ആവും. മെലിഞ്ഞ പെൺകുട്ടികളെ 50 വയസ്സിന് താഴെ, 50 അല്ല 30 വയസ്സിന് താഴെ, അല്ല 50 കിലോ വെയിറ്റിന് താഴെ, 50 കിലോ വെയിറ്റിന് താഴെ, 50 കിലോ വെയിറ്റിന് താഴെ ഉള്ളവർക്ക് മാത്രമേ അലിയേട്ടൻ പൊക്കി കറക്കുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ നടുവും അല്ലേ, 50 കിലോ മേളിൽ പൊക്കി കഴിഞ്ഞാൽ പുള്ളിയുടെ നടുവിന് കംപ്ലൈന്റ് ആവും. അപ്പൊ അതുകൊണ്ടിട്ട് വരുന്ന പെൺപിള്ളേര് ഒരു 50 അതെ. അപ്പൊ ഒരു 50 കിലോ താഴെയുള്ള പെൺകുട്ടികളാണെങ്കിൽ അലിയേട്ടൻ കറക്കാൻ തയ്യാറായിരിക്കും. അത് ഒരു ദിവസം 4 പേരെ മാത്രം. 2000 രൂപ എന്ത് കറക്കണേന് അവര് നിനക്ക് തന്നെ ഞാൻ കൊടുക്കും. അത് അലിയേട്ടൻ അത് അവര് വണ്ടിക്കാശ് മുടക്കി വന്നല്ലേ. അപ്പൊ അത് അലിൻ ജോസിന്റെ വലിയൊരു മനസ്സ്. പിന്നെ എത്ര പടങ്ങളാണ് ഇപ്പൊ പുള്ളി നിർമ്മിക്കാൻ പോണത്? ഒരുപാട് തന്നെ. ഇപ്പൊ ഒരു ഫുൾ ലെങ്ത് മൂവി നാപ്സ്റ്റിക്കിൽ തന്നെ. പിന്നെ എനിക്കൊരു ഗിഫ്റ്റ് തന്നായിരുന്നു, ബുള്ളറ്റ് ഗിഫ്റ്റ്. അതൊന്ന് പറഞ്ഞേക്ക്. റോയൽ എൻഫീൽഡ്. അത് മറ്റേ ഉണ്ണിമൂന്തൻ മാനേജറിന് മേടിച്ചു കൊടുത്ത പോലെ അലിൻ ജോസ് പെരേരയുടെ മാനേജറാണല്ലോ ഞാൻ. അപ്പോൾ എനിക്കൊരു ബുള്ളറ്റ് പുള്ളി ഫ്രീ ആയിട്ട് മേടിച്ച് തന്നായിരുന്നു. പുള്ളിയുടെ വർഷങ്ങളായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കണോണ്ടിട്ട് വളരെ സത്യസന്ധനായിട്ട് നിൽക്കണോണ്ട്. സത്യസന്ധർക്ക് എന്നും നല്ലൊരു ഗുണമുണ്ട്. അതെ അതെ അതെ. ഇതുവരെയായിട്ടും അല്ല, അലിൻ ജോസ് പെരേരയുടെ മാനേജർ ഒരിക്കലും ചതിക്കില്ല എന്ന് അവനറിയാം അല്ലടാ. ഇങ്ങോട്ട് നല്ലത് കാണിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് നല്ല രീതിയിൽ ബഹുമാനിക്കും. എന്നോട് മോശമായിട്ട് പെരുമാറിയ ആ രീതിയിൽ തന്നെ നമ്മൾ റിയാക്ട് ചെയ്യും. അതാണ് ഞാൻ. പിന്നെ ഇവൻ മോശമായിട്ട് പെരുമാറിയ എന്തോരം വീഡിയോ അതറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറയാണ്ടിരിക്കുക നല്ലത്.